ഹലോ ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഉണ്ടോ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഇതോടുകൂടി നമ്മുടെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആവാണ്. 7ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിൽ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സയൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസും സയൻസ് ഇപ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ സയൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്നാണ് പറയുന്നത്. പക്ഷേ ചരിത്രം നമ്മുടെ സിലബസിൽ ഇല്ലോ എന്ന് വിചാരിക്കേണ്ട. ചരിത്രം എന്ന് പറയുന്നത് പ്രിലിംസിലും അതുപോലെ തന്നെ മെയിൻ എക്സാമിനൊക്കെ ചരിത്രം ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള എക്സാമിന് പോലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇടയ്ക്കൽ ഗുഹയൊക്കെ ഇതിൽ വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ് ചരിത്രത്തിൻ്റെ ആധാരശിലകളിൽ പറയുന്നത് നമുക്ക് നോക്കാം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 15 കിലോമീറ്റർ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. പ്രാചീന കാലം മുതൽക്ക് തന്നെ ചരിത്രപരവും വാണിജ്യപരവുമായ പ്രാധാന്യം ഏറെയുള്ള തീരപ്രദേശമാണ് ഇത്. പ്രാചീന തമിഴകത്തെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വിഴിഞ്ഞമെന്ന് സംഘകാല സാഹിത്യകൃതികളിൽ പരാമർശിക്കുന്നു. വിഴിഞ്ഞത്തെക്കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ വെച്ചാൽ പുരാവസ്തുവുമായിട്ട് എന്താണ് ബന്ധം എന്നാണ് പറയുന്നത്. ഒരു തുറമുഖം എന്ന നിലയിലും വ്യാപാര കേന്ദ്രം എന്ന നിലയിലും ഈ പ്രദേശം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ സാമ്പത്തിക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. CE 9-10 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിലെ ആയ രാജവംശത്തിൻ്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞമെന്ന് ശിലാലിഖിതങ്ങളും മറ്റും ചരിത്രരേഖകളും സൂചിപ്പിക്കുന്നു. ലീലാതിലകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണപിഷാരടി പാണ്ഡ്യന്മാരാൽ പരാജിതരായ ആയക്കുടുംബം ആയക്കടി ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉദ്യോധന സൂരി എന്ന ജൈനമുനി രചിച്ച കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ വിജയപുരി എന്ന പരാമർശിച്ചിരിക്കുന്നു. പാണ്ഡ്യരാജാവായ നെടുഞ്ചെഴിയൻ്റെ ശാസനത്തിൽ ഇവിടുത്തെ കോട്ടയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഘകാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു സുപ്രധാന വാണിജ്യ തുറമുഖ കേന്ദ്രമായിരുന്നു എന്ന് വിദേശ സഞ്ചാര സാഹിത്യകൃതിയായ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കേരള സർവകലാശാല പുരാവസ്തു വകുപ്പ് നടത്തിയ ഉദ്ഖനനങ്ങളിൽ ഈ പ്രദേശത്തിൻ്റെ സമീപത്തായി നിലനിന്നിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടപ്പുറം എന്ന സ്ഥലനാമം ഇപ്പോഴത്തും വിഴിഞ്ഞത്തിന് സമീപത്തുണ്ട്. ചൈനീസ് നിർമ്മിതവും റോമൻ നിർമ്മിതവുമായ പാത്രങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, റോമൻ നാണയങ്ങൾ എന്നിവ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ പുരാവസ്തു തെളിവുകൾ പ്രാചീന കാലത്തെ വിദേശ വ്യാപാര ബന്ധത്തിൻ്റെ സൂചനയായിട്ട് കണക്കാക്കാം. പിന്നെന്താ പറയുന്നത്, അപ്പോൾ വിഴിഞ്ഞം എന്ന് പറയുന്നത് ഇപ്പോൾ ആധുനിക സൗകര്യങ്ങളുള്ള തുറമുഖ കേന്ദ്രമാണല്ലേ. അപ്പോൾ ആദ്യം വിഴിഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ കുറിപ്പ് തയ്യാറാക്കുന്നതിന് അവരെന്തൊക്കെ സ്രോതസ്സിനെയായിരിക്കും ആശ്രയിച്ചിട്ടുണ്ടായിരിക്കുന്നത്? പുരാവസ്തു തെളിവുകൾ, ലിഖിതങ്ങൾ, സാഹിത്യകൃതികൾ എന്നിവയൊക്കെ ആശ്രയിച്ചിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിൽ തെളിവുകളെ അടിസ്ഥാനമാക്കിയിട്ട് ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പഠനശാഖയാണ് ചരിത്രം എന്ന് പറയുന്നത്. ചരിത്രരചനയ്ക്ക് ആവശ്യമായ ഒട്ടേറെ തെളിവുകൾ ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അവ സമാഹരിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതിനെയാണ് ചരിത്രരചന എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ചരിത്രം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. എന്താണ് പ്രാദേശിക ചരിത്രവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. ചരിത്രം എന്ന് വെച്ചാൽ എന്താണ്? വിശാലമായ പ്രദേശത്തിൻ്റെയോ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംഭവങ്ങളുടെയോ ചരിത്രം രേഖപ്പെടുത്തുന്നു. ചരിത്രം എന്ന് വെച്ചാൽ എന്താണ്? വിശാലമായ പ്രദേശത്തിൻ്റെയോ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംഭവങ്ങളുടെയോ ചരിത്രം രേഖപ്പെടുത്തുന്നു. പിന്നെന്താണ്? എഴുതപ്പെട്ട രേഖകൾ, പുരാവസ്തു തെളിവുകൾ, ചരിത്രാവശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചരിത്രം നിർമ്മിക്കുന്നു. ഭൂതകാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നു. ഇതാണ് ചരിത്രം എന്ന് പറയുന്നത്. എന്നാണ് പ്രാദേശിക ചരിത്രം, ലോക ചരിത്രം, രാജ്യചരിത്രം, പ്രവിശ്യ ചരിത്രം എന്നിവയിൽ നിന്നും വ്യത്യസ്തമായി ചെറിയ ഭൂപ്രദേശത്തിൻ്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സൂക്ഷ്മമായ ചരിത്രാന്വേഷണമാണിത്. പ്രാദേശിക ആഘോഷങ്ങളും രുചിശീലങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും മാമൊഴി വഴക്കങ്ങളും ചരിത്രരചനയുടെ ഭാഗമാക്കുന്നു. ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാരാ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുന്നു. ഇനി ചരിത്ര സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ചരിത്ര സ്രോതസ്സുകൾ എന്ന് പറയുന്നത് പുരാവസ്തുക്കൾ എന്ന് പറയുന്നത് ഒരു ചരിത്ര സ്രോതസ്സാണ്. സ്മാരകങ്ങൾ, സാഹിത്യകൃതികൾ, സഞ്ചാരക്കുറിപ്പുകൾ, പത്രങ്ങൾ, ഔദ്യോഗിക രേഖകൾ എന്നിവയൊക്കെ എന്താണ്? ചരിത്ര സ്രോതസ്സുകൾ. ഭൂമി ശാസ്ത്രപരമായ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചോ വിവരങ്ങളോ തെളിവുകളോ നൽകുന്നവയാണ്. അവയിൽ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ഗുഹകൾ, പുരാലിഖിതങ്ങൾ, കൊട്ടാരങ്ങൾ, നാണയങ്ങൾ, ശിലാസ്മാരകങ്ങൾ എന്നിവയൊക്കെ എന്താണ്? പുരാവസ്തു ശാസ്ത്രപരമായിട്ടുള്ള സ്രോതസ്സുകളാണ് അല്ലേ. അപ്പോൾ ഇതിലെന്താണ് ശിലാസ്മാരകങ്ങൾ എന്ന് പറയുന്നത്? നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടായിരിക്കും. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച് ധാരാളം സ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മുടെ പൂർവികർ ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. കുടക്കല്ല്,
തൊപ്പിക്കല്ല്, മുനിയറ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇതൊക്കെ ചരിത്ര അവശേഷിപ്പുകളാണ് അല്ലേ. നമ്മുടെ കേരളത്തിലും ഇങ്ങനെ കുറച്ച് കാണപ്പെടുന്നുണ്ട് അല്ലേ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്ത ചരിത്രശേഷിപ്പുകളാണ് ഈ ശിലാസ്മാരകങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെ? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ എന്നിവയൊക്കെ എന്നാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്ത ചരിത്രശേഷിപ്പുകളാണ് അല്ലേ. വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നു. വലിയ ശില കൊണ്ട് നിർമ്മിച്ചതിനാലാണ് ഇവയെ എന്ന് വിളിക്കുന്നത് മഹാശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. പുരാതന മനുഷ്യർ നിർമ്മിച്ച ഈ സ്മാരകശിലകൾ പോയ കാലത്തെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. എവിടെയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്? ഇടുക്കി ജില്ലയിലെ മറയൂർ, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവികരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. ഇനി എന്താണ് നന്നങ്ങാടികൾ എന്ന് പറയുന്നത്? മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളെയാണ് നന്നങ്ങാടികൾ എന്ന് പറയുന്നത്. ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്ത് മണ്ണിനടിയിൽ മൂടുന്ന ഭരണികളാണ് ഇവ. അപ്പം നന്നങ്ങാടികൾ എന്ന് വെച്ചാൽ എന്താണ്? മൃതശരീരം അല്ലേ. മൃതശരീരം ഇതിൻ്റെ ഉള്ളിൽ, കുടത്തിനുള്ളിലാക്കിയിട്ടാണ്, കളിമൺ ഭരണികളുടെ ഉള്ളിലാക്കിയിട്ടാണ് സംസ്കരിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഗുഹകൾ എന്ന് പറയുന്നത്? നമുക്കറിയാമല്ലോ അല്ലേ. എടക്കൽ ഗുഹ ഒക്കെ ഫേമസ് ആണ്. നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നവയാണ് ഗുഹകൾ എന്ന് പറയുന്നത്. പ്രകൃതിദത്തമായ ഇത്തരം ഗുഹകളിൽ ചരിത്രാതീത കാലത്തെ മനുഷ്യജീവിതത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും മറ്റും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വയനാട്ടിലെ എടക്കൽ ഗുഹ ഉണ്ട് അല്ലേ. വയനാട് എടക്കൽ ഗുഹ, ഇടുക്കിയിലെ മറയൂർ, തിരുവനന്തപുരം ആങ്കോട്, തെന്മല, കോട്ടുക്കൽ, കൊല്ലം എന്നിവിടങ്ങളിൽ ചില പ്രധാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജിക്കൽ വകുപ്പുമാണ്. അപ്പോൾ എടക്കൽ ഗുഹ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. വയനാട്ടിലാണ് എടക്കൽ ഗുഹ ഉള്ളത്. പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണ് എടക്കൽ ഗുഹ. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് എടക്കൽ ഗുഹ. ഇവിടുത്തെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചിട്ടും വിവരങ്ങൾ നൽകുന്നുണ്ട്. അതാണ് എടക്കൽ ഗുഹയെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്താണ് പുരാലിഖിതങ്ങൾ? നമ്മൾ പറഞ്ഞില്ലേ കുറേ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുരാവസ്തു ശാസ്ത്രപരമായിട്ടുള്ള കുറേ സ്രോതസ്സുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ശിലാസ്മാരകങ്ങൾ നമ്മൾ പറഞ്ഞു, ഗുഹകൾ പറഞ്ഞു. ഇനി എന്താണുള്ളത്? പുരാലിഖിതങ്ങളുണ്ട് അല്ലേ. എന്താണ് പുരാലിഖിതങ്ങൾ എന്ന് പറയുന്നത്? ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തിവെച്ചതോ ആയ സന്ദേശമോ വാചകമോ ആണ് ലിഖിതങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ലിഖിതങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തിവെച്ചതോ ആയിട്ടുള്ള സന്ദേശമോ വാചകമോ ആണ് ലിഖിതങ്ങൾ. വ്യത്യസ്ത പ്രതലങ്ങളിലാണ് ലിഖിതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതിലൊക്കെയാണ്? ശിലകൾ, ഓലകൾ, ലോഹത്തകിടുകൾ അല്ലേ. ലോഹത്തകിടുകൾ എന്നിവയിലൊക്കെ ആയിരിക്കണം എന്ത് രൂപീകരിച്ചിട്ടുണ്ടായിരിക്കാം? സന്ദേശമോ വാചകമോ ഒക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക, എഴുതിയിട്ടുണ്ടായിരിക്കുക. ഇനി എന്താണ് ലിഖിത പഠനം എന്ന് പറയുന്നത്? എപ്പിഗ്രഫി എന്ന് വെച്ചാൽ എന്താണ്? ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനത്തെയാണ് ലിഖിത പഠനം എന്ന് പറയുന്നത്. നോക്കിയേ, ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ചിട്ട് നോക്കി എഴുതിയിട്ടുണ്ടല്ലേ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അല്ലേ ഇവിടെ. ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തരിസാപ്പള്ളി ലിഖിതം കൊല്ലത്ത് അല്ലേ. തരിസാപ്പള്ളി ലിഖിതം എവിടെയാണ്? കൊല്ലത്താണ്. ജൂതശാസനം മട്ടാഞ്ചേരി, പാളയം ശാസനം ആലപ്പുഴ എന്നിവ കേരളത്തിലെ പ്രധാന ലിഖിതങ്ങളാണ്. കേരളത്തിൽ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും കേരള ആർക്കൈവ്സ് വകുപ്പാണ് നിർവഹിക്കുന്നത്. അപ്പോൾ എന്തെന്ന് പറയുന്നത്? പുരാവസ്തുവിനെ കുറിച്ച് പറഞ്ഞു, പുരാലിഖിതങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ, ശിലകൾ, ഗുഹകളൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കോട്ടകളും കൊട്ടാരങ്ങളും എന്നാണ് പറയുന്നത്. കോട്ടകളും കൊട്ടാരങ്ങളും. രാജ്യസുരക്ഷ, സൈനിക ആവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായി നിർമ്മിച്ചിരുന്ന കോട്ടകളെ ചരിത്രരചനയ്ക്കുള്ള പ്രധാന സ്രോതസ്സുകളായി പ്രയോജനപ്പെടുത്താം. കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും കോട്ടകൾ നമുക്ക് വിവരം നൽകുന്നു. ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട തുടങ്ങിയവ കേരളത്തിലെ പ്രധാന കോട്ടകളാണ്. കോട്ടകളെ പോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് കൊട്ടാരങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ചില പ്രധാന കൊട്ടാരങ്ങളുടെ പേരുകൾ ഏതാണ്? പത്മനാഭപുര കൊട്ടാരം, മട്ടാഞ്ചേരി പാലസ്, കിളിമാനൂർ കൊട്ടാരം, അറക്കൽ കൊട്ടാരം, കൃഷ്ണപുര കൊട്ടാരം എന്നിവയൊക്കെ എന്താണ്? കൊട്ടാരങ്ങളാണ്. അപ്പോൾ കോട്ടകളുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? കൊട്ടാരങ്ങളും ഉണ്ട്. കോട്ടകൾ എന്ന് പറയുന്നതാണ് രാജ്യസുരക്ഷയ്ക്കും സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലേ. കോട്ടകൾ എന്ന് പറയുന്നത് ബേക്കൽ കോട്ട, അഞ്ചുതെങ്ങ് കോട്ട, കണ്ണൂർ കോട്ടയൊക്കെ നമുക്കറിയാവുന്ന കോട്ടകളാണ്. കൊട്ടാരങ്ങൾ അറിയാമല്ലോ അല്ലേ. പത്മനാഭപുര കൊട്ടാരം, കൃഷ്ണപുര കൊട്ടാരം, കിളിമാനൂർ കൊട്ടാരങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇനി ബേക്കൽ കോട്ട എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബേക്കൽ കോട്ട എന്ന് പറയുന്നത് എവിടെയാണ്? കാസർഗോഡാണ് അല്ലേ. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയ്ക്കുള്ളിൽ ആയുധപ്പുരകൾ, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ,
പിന്നെ രഹസ്യ ഭൂഗർഭ അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണി എന്നിവയൊക്കെ ഉണ്ട് ഈ ബേക്കൽ കോട്ടയിൽ. ബേക്കൽ കോട്ടയുടെ പിക്ചർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്? കോട്ടയ്ക്കുള്ളിലെ ആയുധപ്പുരകൾ, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണി എന്നിവയൊക്കെ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് പറയുന്നത് നാണയങ്ങളെ കുറിച്ചിട്ടാണ്. നാണയങ്ങൾ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ്. നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് അവ നമുക്ക് അറിവ് നൽകുന്നു. നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ് നാണയശാസ്ത്രം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാണയങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫുള്ള് നമ്മൾ ഇത്രയും നേരം പഠിച്ചിരുന്നത് വന്നിട്ടാണ് കേരള ഹിസ്റ്ററിയുടെ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ ഫുള്ള് പറയുന്നത്. ഇനി കാശ്, അച്ച്, പണം, അനന്തരായം പണം, സുൽത്താൻ കാശ് തുടങ്ങിയ പേരുകളിലാണ് അറിയപ്പെടുന്നത് അല്ലേ കേരളത്തിലെ നാണയങ്ങൾ അറിയപ്പെടുന്നത്. നമുക്കൊരു നാണയം കിട്ടിയാൽ നമുക്ക് എന്തൊക്കെ വായിച്ചെടുക്കാൻ പറ്റും? നാണയം നിർമ്മിക്കപ്പെട്ട കാലഘട്ടം, നാണയം പുറത്തിറക്കിയ ഭരണാധികാരികൾ എന്നിവയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നാണയത്തിൽ നിന്നും നോക്കിയെടുക്കാൻ പറ്റില്ലേ. നോക്കിയ നാണയങ്ങളെ കുറിച്ച് നൽകിയിട്ടുണ്ടല്ലോ അല്ലേ. നാണയങ്ങളുടെ ഫോട്ടോ കണ്ടാവും. ഇനി എന്താണ് ഈ വീരരായൻ പണം എന്ന് പറയുന്നത്? വീരരായൻ പണം എന്ന് പറയുന്നത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലിരുന്ന നാണയമാണ് വീരരായൻ പണം. പഴയ വീരരായൻ, പുതിയ വീരരായൻ എന്നീ 2 വിധത്തിൽ നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നായിരുന്നു വീരരായൻ. 1667 മുതൽക്കാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങിയത്. സ്വർണത്തിൽ നിർമ്മിച്ച ഈ നാണയത്തെ വിദേശീയർ പൊൻപണം എന്നാണ് വിളിച്ചിരുന്നത്. വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി, സൂര്യൻ്റെ അടയാളം, സിംഹത്തിൻ്റെ അടയാളം തുടങ്ങിയവ ഇതിൽ കാണുന്നുണ്ട്. നാമക്കുറി, സൂര്യൻ്റെ അടയാളം, സിംഹത്തിൻ്റെ അടയാളം വൈഷ്ണവരാണ് ഉപയോഗിച്ചിരുന്നത്. അതൊക്കെ എന്തിൽ കാണപ്പെടുന്നുണ്ട്? ഈ വീരരായൻ പണത്തിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പറയുന്നത് ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, തളിക്ഷേത്രം അല്ലേ. തളിക്ഷേത്രം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? മിഷ്കാൽ പള്ളി, ദേവമാതാ കത്തീഡ്രൽ, കടൽപ്പാലം എന്നിവയൊക്കെ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? ചരിത്ര സ്മാരകങ്ങളാണ്. കോഴിക്കോട്ടെ ചില ചരിത്ര സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണിവ. സമുദ്രയുടെ കാലത്ത് പ്രസിദ്ധമായിരുന്ന രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്ന എവിടെയായിരുന്നു? തളി ക്ഷേത്രത്തിലായിരുന്നു അല്ലേ. അപ്പോൾ രേവതി പട്ടത്താനം എന്ന് പറയുന്ന സദസ്സ് എവിടെയാണ്? കോഴിക്കോട്ടുള്ള തളി ക്ഷേത്രത്തിലായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധകേന്ദ്രമായിരുന്നു മിഷ്കാൽ പള്ളി. മിഷ്കാൽ പള്ളി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധകേന്ദ്രമായിരുന്നു. കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിൻ്റെ സ്മാരകമാണ് 1513 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രൽ. 1513 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രലാണ് കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിൻ്റെ സ്മാരകം. കടൽ പാലങ്ങൾ നൂറ്റാണ്ടുകളായി വിവിധ വിദേശ രാജ്യങ്ങളുമായി കോഴിക്കോടിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന് തെളിവാണ്. കടൽ പാലങ്ങൾ എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളുമായിട്ട് കോഴിക്കോടിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന് തെളിവാണ്. ഇങ്ങനെ കേരളത്തിലുടനീളം ധാരാളം സ്മാരകങ്ങൾ നമുക്ക് കാണാം അല്ലേ. ഇനി സാഹിത്യ സ്രോതസ്സുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സാഹിത്യ സ്രോതസ്സുകൾ, സംഘസാഹിത്യ കൃതികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളിൽ തമിഴിൽ രചിക്കപ്പെട്ട സംഘസാഹിത്യ കൃതികളാണ്. തമിഴിലാണ് രചിക്കപ്പെട്ടുള്ളത് സംഘസാഹിത്യ കൃതികൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പതിറ്റൂപ്പത്ത്, പുറനാനൂറ്, അകനാനൂറ്, കുറും തൊകൈ, നെറ്റിനെ തുടങ്ങിയവ പ്രധാന സംഘസാഹിത്യ കൃതികളാണ്. 15-ാം നൂറ്റാണ്ടിൽ ഉദണ്ഡ ശാസ്ത്രികൾ രചിച്ച കോകില സന്ദേശം എന്ന സംസ്കൃത സന്ദേശ കാവ്യത്തിൽ കോഴിക്കോടിനെ കുറിച്ച് എഴുതിയ ഒരു ശ്ലോകത്തിൻ്റെ ആശ്രയം വായിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കോകില സന്ദേശം എന്ന് പറയുന്ന സംസ്കൃത കാവ്യം നൽകിയിട്ടുണ്ട് ഇവിടെ. ഇതുപോലെ വിവിധ ഭാഷകളിലായിട്ട് വിവിധ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ധാരാളം സാഹിത്യകൃതികൾ നമുക്ക് ലഭ്യമാണ്. ഈ കൃതികൾ രചിക്കപ്പെട്ട കാലത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് 12-15 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ അല്ലേ. മണിപ്രവാള കൃതികൾ എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും നമുക്ക് വിവരം നൽകുന്നു. മലബാറിൽ നിന്നാണ് വടക്കൻ പാട്ടുകൾ വന്നത്. മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു. 19-ാം നൂറ്റാണ്ടിൽ ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ അല്ലേ. ഇന്ദുലേഖ എന്ന് ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണല്ലോ. ചന്തുമേനോൻ രചിച്ചതാണ് അല്ലേ ഇന്ദുലേഖ. മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ചിട്ടാണ് അതിൽ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ കുറേ ബുക്സുകൾ വഴി നമുക്ക് എന്ത് കിട്ടും? പഴയ കാല ചരിത്രത്തെക്കുറിച്ചിട്ട് അറിയാനായിട്ട് പറ്റും. ഇനി ഒരു സഞ്ചാരക്കുറിപ്പ് നൽകിയിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട്ട് വന്ന പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖ് ആണ് ഒരു കോഴിക്കോട് തുറമുഖത്തെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി സഞ്ചാരക്കുറിപ്പുകളിൽ നിന്നും നമുക്ക് എന്ത് ലഭിക്കും? പഴയ ചരിത്രത്തിനെ കുറിച്ചിട്ട് ലഭിക്കും അല്ലേ. അപ്പോൾ കേരളത്തെ കുറിച്ചിട്ട് പരാമർശിച്ചുള്ള ചില വിദേശ സഞ്ചാരികൾ ആരൊക്കെയാണ്? മെഗസ്തനീസ് പറയുന്ന ആൾ എവിടെ നിന്നാണ്? ഗ്രീസിൽ നിന്ന് വന്ന ആളാണ്. ഇനി സുലൈമാന്, അബ്ദുൾ റസാഖ് പേർഷ്യയിൽ നിന്നാണ്. മാർക്കോ പോളോ വെനീസ്, ഇബ്നു ബത്തൂത്ത മൊറോക്ക, നിക്കോളോ കൊണ്ടി വെനീസ്, മാഹ്വാൻ ചൈന, ബാർബോസ
പോർച്ചുഗൽ. അപ്പോൾ മെഗസ്തനീസ് എവിടെ നിന്നാണ്? ഗ്രീസിൽ നിന്നാണ്. സുലൈമാൻ അബ്ദുൾ റസാഖ് പേർഷ്യ, മാർക്കോ പോളോ വെനീസ്, ഇബ്നു ബത്തൂത്ത മൊറോക്കോ, നിക്കോളോ കോണ്ടി വെനീസ്, മാഹ്വാൻ ചൈന, ബാർബോസ പോർച്ചുഗൽ. മാർക്കോ പോളോയും ഇബ്നു ബത്തൂത്തയും കുറിച്ച് ഇവിടെ നൽകിയിട്ടുണ്ട്, 2 ഫോട്ടോ നൽകിയിട്ടുണ്ട് ഇവരുടെ. ഇനി ആത്മകഥകളിലും ജീവചരിത്രങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ലഭിക്കും? കുറച്ച് നമ്മൾക്ക് പഴയ ചരിത്രങ്ങളെ കുറിച്ചിട്ട് ലഭിക്കും അല്ലേ? ആത്മകഥകളും ചരിത്ര കഥകളെ കുറിച്ചും നമുക്ക് പഴയ കാലത്തെ കുറിച്ചിട്ട് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ വർത്തമാന പത്രങ്ങൾ വഴി ലഭിക്കും. ദൈനംദിന സംഭവങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് നാം ഇന്ന് പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും നവമാധ്യമങ്ങൾ തുടങ്ങിയവയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഈ പത്രങ്ങൾ കാലക്രമേണ ചരിത്രം അറിയാനുള്ള പ്രധാന ഉപാധിയായിട്ട് മാറും എന്ന് പറയുന്നുണ്ട്. ചരിത്രം മനസ്സിലാക്കാനായിട്ട് ചരിത്ര വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്ന പ്രധാന സ്രോതസ്സായിരുന്നു അക്കാലത്തെ വർത്തമാന പത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി പ്രാദേശിക ചരിത്ര രചനയിലേക്ക് ഇനി ഒരു പ്രദേശത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ടാം. ഒരു നിശ്ചിത പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണെന്ന് പറയുന്നത് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. നാം ഇതുവരെ പരിചയപ്പെട്ട ചരിത്ര സോഴ്സുകൾ പ്രധാനമായിട്ടും മുഖ്യധാരാ ചരിത്ര രചനയ്ക്കാണല്ലേ സഹായമാകുന്നത്. ഒരു പ്രദേശത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കിട്ടോ ഇല്ല അല്ലേ? അപ്പോൾ പ്രാദേശിക ചരിത്ര രചനയ്ക്കായിട്ട് നമ്മൾ സഹായിക്കുന്നത് പ്രാദേശിക നിരീക്ഷണം, ഓർമ്മകൾ, വാമൊഴി, സ്ഥലനാമ ചരിത്രങ്ങൾ, കുടുംബ ചരിത്രം, ഔദ്യോഗിക രേഖകൾ, പണയരേഖകൾ, ആധാരങ്ങൾ, നാട്ടറിവുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, പാട്ടുകൾ എന്നിവയൊക്കെ വഴിയാണല്ലേ ഒരു പ്രദേശത്തെ കുറിച്ചിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു പ്രാദേശിക നിരീക്ഷണത്തിൽ നമുക്ക് എന്തൊക്കെ വേണം? അവരുടെ ആഹാരം, വസ്ത്രം, ഒരു പ്രദേശത്തെ കുറിച്ചിട്ടില്ലേ ആഹാരം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭാഷ, സാഹിത്യം, കല, വിനോദം, സഞ്ചാരം, വാർത്താവിനിമയം എന്നൊക്കെ ഒരു പ്രദേശത്തെ കുറിച്ചിട്ട് ലഭിക്കുന്നതാണ് അല്ലേ? പ്രാദേശിക ചരിത്ര രചന ചെറിയൊരു പ്രദേശത്തിൻ്റെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മ പഠനമാണ്. ഒരു പ്രദേശത്തിൻ്റെ സൂക്ഷ്മവശങ്ങൾ തിരിച്ചറിയുവാനായിട്ട് പ്രാദേശിക നിരീക്ഷണം നമ്മെ സഹായിക്കുന്നു. ഒരു പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ഭൂപ്രദേശം, അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ, ദിക്ക്, സസ്യജന്തുജാലങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിരീതികൾ തുടങ്ങിയ വൈവിധ്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് പ്രാദേശിക നിരീക്ഷണം നടത്തേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു പ്രദേശത്തിൻ്റെ പേര്, വില്ലേജ്, മണ്ണിനം, സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ, കൃഷിയിനം, കൃഷിരീതി, തൊഴിൽ, ജലസ്രോതസ്, സ്ഥാപനം, ഗതാഗത വാർത്ത, ആരാധന, ഉത്സവങ്ങൾ, ആഹാരരീതികൾ, വസ്ത്രം, വിനോദം, സാഹിത്യകൃതികൾ, കലകൾ എന്നിവയൊക്കെ കുറിച്ച് നമുക്ക് ലഭിച്ചാൽ മാത്രമാണ് എന്തിൽ കിട്ടുള്ളൂ ഒരു പ്രദേശത്തെ നിരീക്ഷണം കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ? ഇനി നമ്മൾ വാമൊഴി എന്ന് പറഞ്ഞല്ലോ. വാമൊഴി എന്ന് വെച്ചാൽ ഓർമ്മകളാണ് അല്ലേ വാമൊഴി എന്ന് പറയുന്നത്. നേരനുഭവങ്ങളുള്ള തലമുറയിൽ നിന്നും സ്വീകരിക്കുന്ന മൊഴികളെയാണ് വാമൊഴി എന്ന് പറയുന്നത്. പ്രാദേശിക ചരിത്ര രചന നടത്താൻ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലത്തെ മുതിർന്ന ആളുകളുടെ ഓർമ്മകളായിരിക്കും ശേഖരിക്കുന്നത്. ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനം, ഗതാഗത മാർഗം, വസ്ത്രധാരണ രീതി, രുചിശീലങ്ങൾ തുടങ്ങിയവ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു മുതിർന്ന ആളോട് ചോദിക്കുന്നത് അല്ലേ? ഇവയെക്കുറിച്ചുള്ള വ്യക്തികളുടെ ഓർമ്മകൾ ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ നമ്മെ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് സ്ഥലനാമ ചരിത്രം എന്താണ്? ഒരു പേര് വന്നതിൽ എങ്ങനെയാണ് നമ്മുടെ നാടിന് എങ്ങനെയാണ് പേര് വന്നതെന്നാണ് പറയുന്നത്. അപ്പം ഉദാഹരണത്തിന് കോഴിക്കോടിന് ആ പേര് എങ്ങനെയാണ് കിട്ടിയത്? കോയിൽ, കൊട്ടാരം എന്നും കോട്ട എന്നുമുള്ള 2 പദങ്ങൾ ചേർത്ത് കോയിൽ കോട്ട എന്നായിരുന്നു പഴയ പേര്. കോയിൽ എന്നാൽ കൊട്ടാരം എന്നാണ് അർത്ഥം. കോട്ട കൊണ്ട് സംരക്ഷിച്ച കൊട്ടാരം എന്നാണ് കോയിൽ കോട്ട എന്ന പേര് കൊണ്ട് അർത്ഥമാകുന്നത്. അങ്ങനെയാണ് കോഴിക്കോടിന് എന്ത് ലഭിക്കുന്നത്? പേര് ലഭിക്കുന്നത് അല്ലേ? അതുപോലെ തൃശ്ശൂർ, കണ്ണൂർ, തലശ്ശേരി, തങ്കശ്ശേരി എന്നീ സ്ഥലനാമങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെ ഊർ അല്ലെങ്കിൽ ചേരി എന്ന വാക്കുകളിൽ നിന്ന് അവസാനിക്കുന്ന സ്ഥാനപ്പേരുകൾ ധാരാളമുണ്ട്. അപ്പം അങ്ങനെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് എന്ത് ലഭിക്കും? സ്ഥലനാമങ്ങൾ ലഭിക്കും. ഇനി എന്താണ് കുടുംബ ചരിത്രം എന്ന് പറയുന്നത്? കുടുംബങ്ങളുടെ ചരിത്രവും പ്രാദേശിക ചിത്രരചനയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാഹിത്യ സ്രോതസ്സാണ്. ഒരു ഗ്രാമത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും വസ്തുനിഷ്ഠത ഉറപ്പാക്കി ശേഖരിക്കുക എന്നതാണ് പ്രാദേശിക ചരിത്രാന്വേഷകന്റെ കടമ എന്ന് പറയുന്നത്. ഇനി ഔദ്യോഗിക രേഖകൾ ഏതൊക്കെയാണ്? സെൻസസ് റിപ്പോർട്ടുകൾ, ഗസ്റ്റ് രേഖകൾ, കോടതി രേഖകൾ, സർവേ റിപ്പോർട്ടുകൾ, നികുതി രേഖകൾ, പോലീസ് റിപ്പോർട്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖ, ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ നടന്ന സമരങ്ങൾ, കലാപങ്ങൾ തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ നമ്മെ മനസ്സിലാക്കുന്നത് കോടതി രേഖകളിലൂടെയാണ് ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ നടന്ന സമരങ്ങളും കലാപങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഒരു പ്രദേശത്തിലെ ജനസംഖ്യ, ജനവിഭാഗങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ സെൻസസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി പണയരേഖകൾ, ആധാരങ്ങൾ. പണയരേഖകളും ആധാരങ്ങളും പ്രാദേശിക ചരിത്ര രചനയ്ക്ക് മുതൽക്കൂട്ടാണ്. ഇവയിൽ നിന്ന് വ്യക്തിവിവരങ്ങളും സ്വകാര്യ സ്വത്തുക്കൾ എന്നിവയെക്കുറിച്ചിട്ടുള്ള അറിവ് ലഭിക്കുന്നു. നാട്ടറിവുകൾ, പാട്ടുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, കലാരൂപങ്ങൾ പ്രാദേശിക ചരിത്ര രചനയ്ക്ക് ഏറെ സഹായകമായ സ്രോതസ്സാണ് ഇവയൊക്കെ. അങ്ങാടികൾ, ചന്തകൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന വ്യാപാരങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ നാടിൻ്റെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്നു. പുണ്യനീതി സന്ദേശത്തിൽ പറയുന്നുണ്ട് അല്ലേ ഏതൊക്കെ പ്രാദേശിക നെൽവിത്തനങ്ങളാണ് ഉള്ളത്? കൂരൻ, ചോഴൻ, പഴവരി, കുറുക്കൊങ്ങണം, പിങ്കി പൊങ്കാളി, ചെന്നൈ, ആനക്കോണം എന്ന് പറയുന്ന കുറേ നെൽവിത്തനങ്ങൾ ഉണ്ടെന്നുള്ളത് ഉണ്ണിനീലി സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഒരു പാട്ടിൽ നിന്ന് മനസ്സിലായി.
രേഖകൾക്കും ചരിത്രസ്മാരകങ്ങൾക്കും പുറമെ സ്മരണകൾ, പാട്ടുകൾ, പഴഞ്ചൊല്ലുകൾ, കഥകൾ, നാട്ടുവ്യാഖ്യാനങ്ങൾ, നോട്ടീസുകൾ, ക്ഷണക്കത്തുകൾ ഇവയെല്ലാം സ്രോതസ്സുകളാക്കി നമുക്ക് ഉപയോഗിക്കാം, പ്രാദേശിക ചരിത്രം ആക്കാം. നാം ഓരോരുത്തരും ബന്ധപ്പെടുന്ന സമൂഹത്തിൻ്റെ നേർചിത്രീകരണമാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം? ഭൂപ്രകൃതി ശ്രദ്ധിക്കണം അല്ലേ? ഭൂപ്രകൃതി എന്ന് പറയുന്നത് അവിടുത്തെ ഭൂമിശാസ്ത്ര അതിരുകൾ, പ്രകൃതിദത്ത പ്രത്യേകതകൾ, കുന്ന്, നദി, തണ്ണീർത്തടം എന്നിവയുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ചരിത്ര സ്മാരകങ്ങൾ അല്ലേ? പ്രദേശത്തെ ആവാസ കേന്ദ്രം, കോട്ട, ആരാധനാലയങ്ങൾ, ശിലാലിഖിതങ്ങൾ, മഹാശിലകൾ. ഇനി ഉപജീവനം, പ്രദേശത്തെ പ്രധാന കൃഷി, കൈത്തൊഴിൽ, വാണിജ്യ കേന്ദ്രം, ആതുര ശുശ്രൂഷ, വൈദ്യം എന്നിവയൊക്കെ കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരിക്കണം. അതിജീവന മാതൃകകൾ, പേമാരി, വരൾച്ച, പകർച്ചവ്യാധികൾ, ദാരിദ്ര്യം, കുടിയിറക്കൽ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു നോക്കണം. സാംസ്കാരിക സ്ഥാപനങ്ങൾ, എന്നുള്ള വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം, വായനശാലകൾ തുടങ്ങിയവയെ കുറിച്ച് വിവരിക്കണം. ഭൂബന്ധങ്ങൾ, കാർഷിക ബന്ധം, ജമീ സമുദായം, അതുപോലെ ദേശീയ ബോധം, രാഷ്ട്രീയ പ്രസ്ഥാനം, ദേശീയ വ്യക്തിത്വങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗ്രന്ഥസൂചി എന്താണ് ചരിത്ര രചനയുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഗ്രന്ഥസൂചി എന്ന് പറയുന്നത്. എന്നിവയൊക്കെ നോക്കണം. ഇനി പ്രാദേശിക ചരിത്ര ഘടനയ്ക്ക് എന്തുണ്ടായിരിക്കണം? തലക്കെട്ട്, ഉള്ളടക്കം, സാക്ഷ്യപത്രം, നന്ദി പ്രസ്താവന, ആമുഖം, അധ്യായം, ഉപസംഹാരം, പരാമർശങ്ങൾ, അനുബന്ധങ്ങൾ, ഗ്രന്ഥസൂചി എന്നിവയൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇതിൽ കുറച്ച് ഭാഗം മാത്രമാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അതാണ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ബാക്കി ജസ്റ്റ് ഒക്കെ വായിച്ചു പോയിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൽ നമ്മൾക്ക് പഴയ ചരിത്ര ശേഷിപ്പുകളുള്ള കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു അല്ലേ? കേരള ഹിസ്റ്ററിയുമായിട്ട് വരുന്നത്. അതൊക്കെ ഇമ്പോർട്ടൻസ് ആണ്, അത് പഠിച്ചേക്കാം കേട്ടോ. നമ്മുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 9ാം ക്ലാസ്സിലെ ന്യൂ SCERT എടുക്കണം. ന്യൂ SCERTകൾ കഴിഞ്ഞിട്ട് തന്നെ പഴയ SCERTകളും കൂടി എടുത്ത് തരാം കേട്ടോ. അപ്പോൾ ന്യൂ SCERTകളൊന്ന് കഴിയട്ടെ, പുതിയ ബുക്കുകളൊക്കെ ഒന്ന് പഠിക്കാതില്ലേ കുറച്ചും കൂടി ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ച് വൃത്തിയിൽ നമുക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് എന്തെടുക്കാം? പഴയ SCERT കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും സോഷ്യലും സയൻസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് എടുക്കാം കേട്ടോ. ശരി അപ്പോൾ.